അസ്സലാമു വെൽക്കം ടു shainus.com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ 2 ഹാങ്ങിങ് ഐഡിയാസുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അധികം പൈസ മുടക്കാതെ നമുക്ക് ഗാർഡൻ എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ നമുക്ക് പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ് കേട് വന്നത് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗം, ഈ കട്ടിയുള്ള ഈ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പൊട്ടിയ ബക്കറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രം, ആ ഭാഗം കട്ടിയുള്ളതുകൊണ്ട് ഞാനൊരു റിങ്ങായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ടൊരു പെയിൻറ്റ് അടിക്കണം. ഞാൻ വെള്ള പെയിൻറ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെക്കാനൊരു ചട്ടി വേണം. പിന്നെ അത്ര വലിയ ചട്ടിയല്ല, അതിനകത്ത് ഇരിക്കാൻ പാകത്തിന് നമുക്ക് വെയിറ്റ് താങ്ങുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതുമല്ല വലുതും അല്ലാത്തൊരു മീഡിയം സൈസ് ചട്ടിയാണ് ഞാൻ ഇതിൽ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. പച്ച കളറാണ് അടിക്കുന്നത്, ഇനാമൽ പെയിൻ്റാണിത്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ചട്ടി കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് പച്ച കളറായതുകൊണ്ട് അതിനകത്തൊരു നേരത്തെ അടിച്ച പെയിൻറ്റ് കൊണ്ട് ഒരു വെള്ള ഡോട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വെള്ള ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊക്കെ ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ റിങ്ങും ചട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ റിങ്ങിനകത്ത് ചട്ടി ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടിയിലെ ഹോളിലൂടെ ആ ചട്ടി റിങ്ങിലൊന്ന് കെട്ടിയിടുകയാണെങ്കിൽ നമുക്കത് വീഴാതെ നിൽക്കും. അതുപോലത്തെ പ്ലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ട് നമുക്കതിൻ്റെ ഹോളിലൂടെ ഇട്ട് ആ റിങ്ങിലൊന്ന് കെട്ടിയിടണം. അതിനുവേണ്ടി മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ നൂല് ഇതിനകത്തൂടെ കോർത്തിട്ട് വെക്കണം. ഇങ്ങനെ ഒരു ഇട്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലെ ഒരു കയറ് ഇട്ട് കൊടുക്കുക. 4 കയറ് ഇതുപോലെ നമുക്ക് പുറത്തോട്ട് വരും. ഇനി ഇതിന് ശേഷം നമുക്ക് ചട്ടിയിൽ പോട്ടി മിക്സ് നിറക്കാം. ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാണകവും കൊക്കോപ്പീറ്റും എല്ലുപൊടിയും മണ്ണും എല്ലാം ചേർന്ന മിക്സാണിത്. നമ്മൾ ചട്ടിയിൽ മണ്ണ് നിറച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ചെടി വെച്ച് പിടിപ്പിക്കാം. ഞാനിതിൽ വെക്കുന്നത് ക്രീപ്പിംഗ് ഡേയ്സി എന്ന് പറയുന്ന ചെടിയാണ്. ഇതങ്ങനെ ആരും വീട്ടിൽ വളർത്തുന്ന ചെടിയല്ല, കാരണം ഇത് നന്നായിട്ട് പടർന്ന് പിടിക്കും. പറമ്പിലൊക്കെ നന്നായിട്ട് പടർന്ന് പിടിക്കുന്നതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വളർത്താറില്ല. പക്ഷെ നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടി ഇത് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കതിങ്ങനെ പടർന്ന് പിടിക്കില്ല, വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല മഞ്ഞ കളറുള്ള പൂവും ഉണ്ടാവും. ഇത് ഒഴിവാക്കി കളയുന്നതിന് പകരം ഇങ്ങനെ ഉപയോഗിച്ചാൽ, ഇങ്ങനെ ഹാങ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് ഈ ചെടി ആ റിങ്ങിനകത്ത് കെട്ടിയിട്ട് കൊടുക്കാം. ഞാൻ ആ ചട്ടി ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗാർഡനിൽ കൊണ്ട് ഹാങ് ചെയ്ത് വെക്കാം. ഞാനിത് കെട്ടിയിട്ടതും അതുപോലെ നേരത്തെ പറഞ്ഞ ടങ്കീസ് കൊണ്ട് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ആ കയറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നൂല് എടുക്കുകയാണെങ്കിൽ ചിലവും കുറവാണ്. അപ്പോൾ ഇത് റിങ് മാത്രം തൂങ്ങുന്നത് പോലെ തോന്നുകയുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് ഇത് ചെടി നന്നായി പിടിച്ചിട്ടുണ്ട്, പൂക്കളൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഗാർഡൻ അലങ്കരിക്കാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐഡിയ ആണ്. ഇതുപോലെ ഞാൻ വീട്ടിൽ തന്നെയുള്ള വേറൊരു സാധനം വെച്ച് ചെയ്തതാണ് ഇത്. ഇത് ചെയറിൻ്റെ ഇരിക്കുന്ന ഭാഗത്തുള്ളൊരു റിങ്ങായിട്ട് വരുന്ന സാധനമാണ് ഇത്. നമ്മൾ ചെയർ പൊട്ടിയപ്പോൾ എടുത്ത് മാറ്റിയതാണ്. ഇതിനെ ഞാൻ കയറ് ചുറ്റിയെടുക്കുന്നുണ്ട്. ചൂടിക്കയറെടുത്തിട്ട് ഈ റിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ചുറ്റിയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അടുപ്പിച്ച് വേണം കയറ് ചുറ്റി കൊടുക്കാൻ. ചെറിയ പീസ് എടുത്ത് കയറ് ചുറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നല്ല നീളത്തിലാവുമ്പോഴത് അതിനിടയിലൂടെ ചുറ്റിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ റിങ്ങിൻ്റെ ആ റൗണ്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ സെൻറ്ററിലുള്ള ആ ഭാഗം കൂടെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. നമുക്ക് ലാസ്റ്റ് കെട്ടാനുള്ളൊരു ഭാഗം അവിടെ വെച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ഇങ്ങനെ നീളത്തിൽ കയറ് വെച്ചിട്ട് തിരിച്ച് ചുറ്റി ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഞാനതിവിടെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ പൊങ്ങിയെടുക്കുന്ന ഭാഗങ്ങളും ജോയിൻറ്റ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട്
എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചട്ടി തൂക്കിയിടണം. സെൻറ്ററിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് 2 ചട്ടി ഇതിനകത്ത് ഹാങ് ചെയ്തിടാൻ പറ്റും. ഈ സെൻറ്ററിൽ ഒരു ചട്ടിയും വെക്കാം, നമുക്ക് താഴെ ഒരു ചട്ടിയും വെക്കാം. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ടങ്കീസ് എടുത്തിട്ട് കെട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ച പോലുള്ള 2 ചട്ടികൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ഒരു ചുവപ്പ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടങ്കീസ് എടുത്തിട്ട് അതിൻ്റെ ഹോളിലൂടെ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. 4 ഹോളിലൂടെ ഇതുപോലെ എടുത്ത് നമുക്കത് അതിനകത്തോട്ട് കെട്ടി വെച്ച് കൊടുക്കണം. കയറെടുത്തതിന് ശേഷം മണ്ണ് നിറച്ച് ചെടി വെക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഫിനിഷായിട്ടുണ്ട്. ഇതിനകത്ത് മുകളിലെ ചട്ടിയിൽ ഞാൻ റെയിൻ ലില്ലിയാണ് വെച്ചിട്ടുള്ളത്. അത് ഹാങ് ചെയ്യുന്ന ചെടി വേണ്ടാന്ന് വിചാരിച്ചു. കാരണം താഴെ ചട്ടി ഉള്ളത് കൊണ്ട് തന്നെ മുകളിലത്തെ ചട്ടി ഹാങ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ താഴെയുള്ള ചട്ടി കാണാൻ കഴിയില്ല. അപ്പോൾ അത് കാരണം മുകളിൽ റെയിൻ ലില്ലിയും താഴെ മണി പ്ലാന്റുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഗാർഡൻ ഐഡിയാസും ഹാങ്ങിങ് ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഞങ്ങൾ മുമ്പ് ചെയ്ത അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക.